ഇവിടെ സാറ് തന്നെ സൂചിപ്പിച്ചു അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച്. ആ സർവീസിനെ അതിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസായി കണക്കാക്കുന്നത് ഒരുപക്ഷെ ഇൻ്റഗ്രിറ്റി അല്ലെങ്കിൽ ഇമ്പാർഷ്യാലിറ്റി അല്ലെങ്കിൽ മെറിറ്റ് എന്നിവയൊക്കെയാണ്. ഈ ഗുണങ്ങൾ അല്ലെങ്കിൽ അവകാശപ്പെടാൻ കഴിയുന്നവരാണോ നമ്മുടെ കേരളത്തിലെങ്കിലും സിവിൽ സർവീസ് സമൂഹം? തീർച്ചയായും നമ്മൾ സമൂഹത്തിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെയോ അല്ലെങ്കിൽ അതിൽ തന്നെ IAS IPSകാരുടെയും മറ്റും മാറ്റി നിർത്തി അവർക്കുണ്ടാവുന്ന അവരുടെ മാറ്റങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. കാണാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു നിരർത്ഥകമാണ്, യുക്തിരഹിതവുമാണ്. അപ്പോൾ സമൂഹത്തിലുണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളും വാസ്തവത്തിൽ അതിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാപനങ്ങളെയും ബാധിക്കുന്നത് പോലെ തന്നെ ഈ ഉദ്യോഗസ്ഥ വിഭാഗത്തെ, അതിലേറ്റവും വരേണ്യ വിഭാഗം എന്ന് കരുതപ്പെടുന്ന ഉന്നത കുലജാതർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന IAS IPSകാരെ പോലും ബാധിക്കുന്നുണ്ടെന്നുള്ള സംശയമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവിടെയൊക്കെ ഒരു മൂല്യശോഷണം വന്നിട്ടുണ്ടോ? നമ്മളിപ്പോൾ പണ്ട് കരുതിയിരുന്നത് ഇവരൊക്കെ വളരെ ഉന്നതന്മാരായിരുന്നു, വളരെ വലിയ ഇൻറ്റഗ്രിറ്റി ഉള്ളവർ, വലിയ കാര്യപ്രാപ്തിയുള്ളവർ, വലിയ വിവരമുള്ളവർ എന്നൊക്കെയുള്ള ആയിരുന്നവർ, അല്ലെങ്കിൽ സമൂഹത്തോട് കൂടുതൽ പ്രതിബദ്ധത ഉണ്ടായിരുന്നവർ. അവിടെ നിന്ന് നമ്മൾ ഇന്നിപ്പോൾ 2025 വരുമ്പോൾ അവിടെ ഒരു മൂല്യച്യുതിയോ മൂല്യശോഷണമോ ആ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ആ ചോദ്യം മറ്റെല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നതാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയും പഴയ കാലത്തെ ഡോക്ടർമാർ, പഴയ കാലത്തെ അധ്യാപകർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ, നമ്മൾ എവിടെ ചെന്നാലും മാധ്യമപ്രവർത്തകർ വിമർശന വിധേയരാണ്. എല്ലാവരും പറയൂ പണ്ടൊക്കെയുള്ള മാധ്യമപ്രവർത്തകർ വളരെ വലിയ ഗംഭീരന്മാരായിരുന്നു, ഇപ്പോൾ എല്ലാം മോശമായിരുന്നു. അതൊരു പരിധിവരെ ശരിയാവാം. ഒരു കാലഘട്ടത്തിൽ നേരത്തെ ശ്രീ ഹേമേന്ദ്രൻ പറഞ്ഞ പോലെ ഒരു സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ മൂല്യ പ്രമാണങ്ങളെ ഏറ്റവും പ്രധാനമായിരുന്നത് സാമൂഹ്യ പ്രതിബദ്ധത അല്ലെങ്കിൽ നേഷൻ ബിൽഡിംഗ്, സത്യസന്ധത മുതലായവരായിരുന്നു. അതിന് ക്രമേണ ഇതൊരു ഒരു ജീവിതം സന്ധാരണത്തിൻ്റെ മാത്രം ഭാഗമായിട്ട് ഒരു തൊഴിൽ മാത്രമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലുണ്ടാവുന്ന ആ ഇൻറ്റഗ്രിറ്റിയിലുണ്ടായിരുന്ന ഒരു തകർച്ച, അപ്പോൾ തീർച്ചയായിട്ടും ആ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അതൊരു ഭാഗം. രണ്ടാമത്തെ കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരെയൊക്കെ പറയാറുണ്ട് പഴയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർ വളരെ ബുദ്ധിമാന്മാരായിരുന്നു, അവർ വലിയ പണ്ഡിതന്മാരായിരുന്നു, വലിയ പ്രഭാഷകരായിരുന്നു, പ്രസംഗകരായിരുന്നു. ഇപ്പം അതൊന്നും അല്ല, എല്ലാവരും ബഹളക്കാരാണ്, അടിപിടിക്കാരാണ്, അല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാത്ത വർത്തമാനം പറയുന്നവരാണ്. വാസ്തവത്തിൽ ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു പോസിറ്റീവായിട്ടുള്ള വശം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗ തലത്തിലും ഒക്കെ വന്നിരുന്നവർ സമൂഹത്തിലെ തന്നെ ഏറ്റവും പ്രബല വിഭാഗക്കാരായിരുന്നു. ജാതീയമായിട്ട്, സാമ്പത്തികമായി, സാമൂഹ്യമായി അങ്ങനെയൊക്കെ ഉന്നത വിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് വാസ്തവത്തിൽ ആ രംഗത്തൊക്കെ ഉണ്ടായിരുന്നത്. അവരൊരു എലീറ്റായിരുന്നു. അപ്പോൾ അവർ കൂടുതൽ വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ്, തലമുറകളായിട്ട് സാമ്പത്തിക വരുമാനം ഉണ്ടായിരുന്നവരാണ്. ഇതൊക്കെ കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ അവരെ കൂടുതൽ പണ്ഡിതോചിതമായി പ്രവർത്തിപ്പിക്കാനൊക്കെ സഹായിച്ചിരിക്കും. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത, സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഈ വാസ്തവത്തിൽ ഈ സമീപകാലത്ത് ഈ തലങ്ങളിലെല്ലാം വന്നിരിക്കുന്നത്. അതൊരു തെറ്റായി കാണുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതൊരു ഓപ്പണിംഗ് അപ്പാണ്. ഇപ്പോൾ നമ്മൾ മണ്ഡൽ കമ്മീഷൻ്റെ സമയത്തുണ്ട്, മണ്ഡലിന് ശേഷമാണ് വാസ്തവത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് യഥാർത്ഥ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ്. അതുവരെ ഉണ്ടായിരുന്ന 70%, 65% വലിയ ബ്രാഹ്മണ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഉന്നത ജാതിയിൽപ്പെട്ടവർ മാത്രമായിരുന്നവർ. മണ്ഡലിന് ശേഷം വാസ്തവത്തിൽ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടന്നിരുന്ന, അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരുപാട് വിഭാഗങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു ആ മണ്ഡൽ കമ്മീഷൻ. അപ്പോൾ വാസ്തവത്തിൽ അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള വശം. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള പല നെഗറ്റീവായിട്ട് വിചാരിക്കുന്ന പല കാരണങ്ങളുമുണ്ട്. ഒരു പക്ഷേ വലിയ വിദ്യാഭ്യാസം സിദ്ധിച്ചവരായിരിക്കില്ല, അല്ലെങ്കിൽ തലമുറകളായിട്ട് സാംസ്കാരിക മൂലധനം ഉണ്ടായിരുന്നവരായിരിക്കില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ അതൊരു തരത്തിലുള്ള ജനാധിപത്യവൽക്കരണത്തിലേക്കാണ് വഴിതെളിച്ചത്. അപ്പോൾ അതിൻ്റേതായ ചില കുഴപ്പങ്ങളും കേടുകളും ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരും. അപ്പോൾ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നമ്മളിപ്പോൾ പറയുന്നത് പലപ്പോഴും IASകാരെ മുമ്പൊക്കെ ഉണ്ടായിരുന്നവർ നോക്കൂ, എല്ലാം വലിയ അപ്പർ കാസ്റ്റ്, അയ്യർമാർ, അയ്യങ്കാർ, നായർ, മേനോൻ സർവീസ് എന്ന് വരെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെ സർവീസിൽ അതെ വലിയ കേരളത്തിലെ മലയാളത്തിലെ അവിടുത്തെ കേരളത്തിലെ ആൾക്കാരെ, തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ അയ്യർ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉത്തർപ്രദേശിലും ബീഹാറിൽ ഒക്കെ വരുന്ന ഒരു വലിയ വിഭാഗമാണ് വാസ്തവത്തിൽ ഈ IASലേക്ക് വരുന്നത്. അവരൊക്കെ പലരും പിന്നോക്ക ജാതിക്കാരാണ്, അല്ലെങ്കിൽ OBC വിഭാഗക്കാരാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരും കൂടെ രംഗത്ത് വരുന്നു. അപ്പോൾ അത് ഒരു വശത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കുറേ കാലത്തേക്കെങ്കിലും, അതിൻ്റെ ഒരു പ്രാരംഭ കാലത്തേക്കെങ്കിലും ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിലവാര തകർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിയാലും
ക്രമേണയായി അത് യഥാർത്ഥത്തിൽ പുതിയ ഇന്ത്യയെ, പുതിയ കാലഘട്ടത്തെ, ഇന്ത്യയിലെ യഥാർത്ഥ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് ആ എത്തുന്നവരും. അവർക്കും പക്ഷേ ഉന്നതമായ പരിശീലനത്തിന് വിധേയമായിട്ടാണല്ലോ അത് വരുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. പരിശീലനം എന്താ, എന്ത് പരിശീലനമാണ് വരുന്നത്? IASകാർ കുറച്ച് നാൾ മസൂറിയിൽ പോയിട്ട് ഒരു പരിശീലനം കൊണ്ട് കാര്യമില്ല. എത്രയോ വർഷങ്ങളായി, തലമുറകളായി ആർജിക്കുന്ന ചില പ്രത്യേകതകൾ കൊണ്ടാണ്. സാറിന് ഈ വിഷയത്തിൽ എന്തോ പ്രതികരിക്കാനുണ്ടെന്ന് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതിന്റെ മൂന്നാമത്തെ ഒരു കാര്യം, മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ എൻട്രൻസ് പരീക്ഷ പാസ്സായി, IAS കോച്ചിങ്ങിൽ പാസ്സായി, മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ വിദ്യാഭ്യാസം, ഇപ്പോൾ കവികൾ, സാഹിത്യകാരന്മാർ, മറ്റ് പല രംഗങ്ങളിലും പ്രാവീണ്യം തെളിയിച്ചവർ, ഇവരൊക്കെ വലിയ തലത്തിൽ ഈ IAS IPSകാരിലൊക്കെ ഉണ്ടായിരുന്നു. സമീപകാലത്ത് അതൊന്നുമില്ല. കാരണം ഇവർ പാസ്സാവാൻ വേണ്ടി മാത്രം ഈ IAS കോച്ചിങ് സെൻറ്ററിൽ പോയി താൽക്കാലികമായ ഒരു പരീക്ഷ പാസ്സായി, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി പാസ്സായി വന്നവരൊക്കെയാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് വലിയ ആഴത്തിലുള്ള വിദ്യാഭ്യാസമോ പാണ്ഡിത്യമോ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് ഇമ്പാക്റ്റുകളുടെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ IASൽ എന്തൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ എല്ലാ ദൗർബല്യങ്ങളും ശക്തിയും കൂടെ പറയട്ടെ, വാസ്തവത്തിൽ അതിൻ്റെ ഒരു ഫലമാണ്. അതുകൊണ്ട് നമുക്കതിനെ മാത്രമായിട്ട് ആർക്കെങ്കിലും മോശമായെന്നോ നന്നായെന്നോ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.